വെറും 23 ആഴ്ച പ്രായത്തിൽ ഹൃദയമിടിപ്പില്ലാതെ ജനിച്ച ഡെറിക് ഹാളിന് ഡോക്ടർമാർ 1% മാത്രമാണ് ജീവിക്കാൻ സാധ്യത കണക്കാക്കിയിരുന്നത്. ജനിച്ചതിന് പിന്നാലെ ആഴ്ചകളോളം തീവ്രപരിചരണ വിഭാഗത്തിൽ. ഗുരുതരമായ ആരോഗ്യ സങ്കീർണതകളും ദീർഘകാല വൈകല്യങ്ങളും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ മെഡിക്കൽ ചികിത്സയ്ക്കൊപ്പം അമ്മയുടെ അചഞ്ചലമായ വിശ്വാസവും നിരന്തരമായ പ്രാർത്ഥനയും ഹാളിന്റെ ജീവൻ രക്ഷിച്ചു. അമ്മ സ്റ്റേസി ഗുഡൻ ക്രാൻഡിൽ പറയുന്നത്, ചികിത്സയും പ്രാർത്ഥനയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്റെ മകനൊരു അവസരം ദൈവം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു താനെന്നാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു. ഡെറിക്കിന് ജീവിതത്തിൽ ഏറ്റവും മികച്ച അവസരം നൽകാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, ഡെറിക്കിന്റെ അമ്മ പങ്കുവച്ചു. പ്രതീക്ഷകൾ മറികടന്ന് വളർന്ന ഡെറിക് ഹൈസ്കൂൾ, കോളേജ് തലങ്ങളിൽ കായികരംഗത്ത് മികവ് തെളിയിച്ചു. ഇന്ന് അദ്ദേഹം സിയാറ്റിൽ സീഹോക്സിന്റെ പ്രധാന താരമായി സൂപ്പർ ബൗളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അകാല പ്രസവത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകാൻ 1% ഫൗണ്ടേഷൻ എന്ന സംഘടനയും ഹാൾ സ്ഥാപിച്ചു. മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുകയാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. 1% സാധ്യതയിൽ നിന്ന് സൂപ്പർ ബൗൾ വരെ എത്തി നിൽക്കുന്ന ഡെറിക് ഹാളിന്റെ ജീവിതം വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.